നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 1, 2025 തിങ്കൾ. അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെയും ഈ മാസത്തേക്കുള്ള വീക്ക്ലി, മന്ത്ലി F&O സെഗ്മെൻറ്റുകളിലേക്ക് പ്രവേശിച്ചെങ്കിലും ഇന്നു മുതൽ നമ്മൾ പുതിയൊരു മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 6 ക്വാർട്ടറുകൾക്ക് ശേഷം ഏറ്റവും മികച്ച GDP ഡേറ്റ സർപ്രൈസ് ആയിട്ട് വന്നതിൻ്റെ ഒരു ആക്ഷൻസ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ പ്രകടമായേക്കാം. അത് നിഫ്റ്റിയിലും പ്രകടമാണ്. ഹയർ ലെവൽസിലുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങും GDP ഡേറ്റ വരുന്നതിന് മുന്നോടിയായിട്ട് നിക്ഷേപകർ പാലിച്ച ജാഗ്രതയെ തുടർന്നും നേരിയ നഷ്ടത്തോടുകൂടി ഇന്ത്യൻ മാർക്കറ്റിന് വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. മാത്രമല്ല, കഴിഞ്ഞ മാസത്തെ അവസാന ട്രേഡിംഗ് സെക്ഷനായ വെള്ളിയാഴ്ചയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 3795.72 കോടി രൂപയ്ക്ക് സെല്ലിംഗ് ആണ് തുടരുകയും ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 4148.48 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം ഇനി നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 26,310 എന്ന നിലവിലെ റെക്കോർഡ് ഹൈ ഭേദിച്ചുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം ഈ ലെവലിന് മുകളിലായിട്ട് നിഫ്റ്റിക്ക് ഇന്ന് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 26,400, 26,500 എന്നീ ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. അതേസമയം ഇന്ന് നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 26,100 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടും തുടർന്ന് 26,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ മാത്രമല്ല ക്രൂഷ്യൽ സപ്പോർട്ട് സോൺ കൂടി ആയതിനാൽ തന്നെ 26,000 എന്ന ലെവൽ ഇന്ന് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും ചില പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസുണ്ട്. അവയിൽ രാവിലെ 10:30 നവംബർ മാസത്തെ HSBC മാനുഫാക്ചറിംഗ് PMI ഫൈനൽ ഡാറ്റയുടെ റിലീസ് ഉണ്ട്. വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 4 മണിയോടുകൂടി ഒക്ടോബർ മാസത്തെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയും മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഡാറ്റയുടെ റിലീസും ഇന്ന് ഇന്ത്യയിൽ നിന്ന് നടക്കാനിരിക്കുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ ആകെ 2 ഗ്ലോബൽ ഇവന്റുകൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. രാവിലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ 7:15 നവംബർ മാസത്തെ റേറ്റിംഗ് ഡോഗ് മാനുഫാക്ചറിംഗ് PMI ഡാറ്റ ചൈനയിൽ നിന്നും റിലീസ് ചെയ്യാനിരിക്കുന്നു. രാത്രി 8:30 US നിന്നും നവംബർ മാസത്തെ ISM മാനുഫാക്ചറിംഗ് PMI ഡാറ്റയുടെ റിലീസുമുണ്ട്. ഈ ആഴ്ചയിലെ ഇന്ത്യൻ മാർക്കറ്റിലെ IPOയിലേക്ക് വരുമ്പോൾ മീഷോയുടെ ഉൾപ്പെടെ പ്രധാനമായും 3 IPOയിൽ നിന്നും 7,000 കോടി രൂപ മൂല്യം വരുന്ന IPO സബ്സ്ക്രിപ്ഷൻ ഈ ആഴ്ച ഓപ്പൺ ആകുന്നുണ്ട്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ വിപ്രോ ADRന് 1%-ലേറെയും ബാക്കി എല്ലാ ADR സ്റ്റോക്സിനും 1% താഴെയായിട്ടും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. താങ്ക്സ് ഗിവിംഗ് ഡേയുടെ അവധിക്ക് ശേഷം ബ്ലാക്ക് ഫ്രൈഡേയിൽ വ്യാപാരം തുടർന്ന US മാർക്കറ്റിൽ S&P 500നും നാസ്ഡാക്കിനും 0.5%-ലേറെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. എങ്കിൽ ഇന്ന് രാവിലെ വ്യാപാരം ആരംഭിച്ചിട്ടുള്ള ഡോ ജോൺസ് ഫ്യൂച്ചർ 100-ലേറെ പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. 3 യൂറോപ്യൻ മാർക്കറ്റ്സിനും UK, ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾക്ക് നേരിയ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ശനിയാഴ്ച വെളുപ്പിനെ ക്ലോസ് ആയ നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം പോസിറ്റീവായിട്ടുള്ള ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. 0.5%-ലേറെ നഷ്ടത്തോടു കൂടിയിട്ടാണ് ജപ്പാൻ മാർക്കറ്റ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ബ്രന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നേരിയ ഉയർച്ച അനുഭവപ്പെടുകയുണ്ട്. നിലവിൽ ബ്രന്റ് ക്രൂഡിന്റെ വില $63.10 എന്ന നിലയിലും ക്രൂഡ് ഓയിലിന്റെ വില $59.28 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഗോൾഡിന്റെ വിലയിലും ഗണ്യമായ ഉയർച്ച അനുഭവപ്പെടുകയുണ്ടായി. തൽഫലമായി നിലവിൽ ഗോൾഡിന്റെ വില $4,221.52 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് നിലവിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 1.13 എന്ന നിലയിലും മാക്സ് പെയിൻ 26,200 എന്ന ലെവലിലുമാണ്. ഹയർ ലെവൽസിലുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിനെ തുടർന്നും വോൾട്ടാലിറ്റി നിലനിൽക്കുന്നതിനാലും വെള്ളിയാഴ്ചയുണ്ടായ നേരിയ ഇടിവിന്റെ ഫലമായിട്ട് സ്മോൾ ബെയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. എങ്കിലും RSI 62.9 എന്ന നിലയിലുമാണ്. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം
26,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം 26,400 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. 26,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 26,200 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.18 എന്ന നിലയിലും മാക്സ് പെയിൻ 59,300 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. റെക്കോർഡ് ഹൈ വീണ്ടും ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഉടലെടുത്ത ഇൻഡിസിഷന്റെ ഫലമായിട്ട് ഡോജി പാറ്റേൺ ആണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. എങ്കിലും RSI 72.18 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 58,500 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നിലവിൽ കാണുവാൻ സാധിക്കുന്നതെങ്കിലും 60,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുന്നത്. അതേസമയം പുട്ട് സൈഡിലേക്ക് 58,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. NCC 530.72 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ബ്രിഗേഡ് എന്റർപ്രൈസസ് ഹൈദരാബാദിലെ ബീഗംപേട്ടിൽ ഒരു പ്രീമിയം റെസിഡൻഷ്യൽ പ്രോജക്ട് വികസിപ്പിക്കുന്നതിനായി ഒരു ഭൂ ഉടമയുമായി സംയുക്ത വികസന കരാർ കമ്പനി ഒപ്പുവയ്ക്കുകയുണ്ടായി. 800 കോടി രൂപയിലധികം വരുമാന സാധ്യതയാണ് ഇതിലൂടെ കണക്കാക്കപ്പെടുന്നത്. മഹാരാഷ്ട്ര സീംലെസ് ONGCക്ക് സീംലെസ് പൈപ്സിന്റെ സപ്ലൈയുമായി ബന്ധപ്പെട്ട് 217 കോടി രൂപയുടെ പുതിയ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. വാരി എനർജീസ് 140 മെഗാവാട്ട് സോളാർ മോഡ്യൂളുകളുടെ വിതരണത്തിനുള്ള ഓർഡർ കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. HG ഇൻഫ്ര എഞ്ചിനീയറിംഗ് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനം ഗുജറാത്ത് ഊർജ വികാസ് നിഗവുമായി ബാറ്ററി എനർജി സ്റ്റോറേജ് വാങ്ങൽ കരാറിൽ ഏർപ്പെടുകയുണ്ടായി. HDFC ബാങ്ക് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ടിലെ ചില വ്യവസ്ഥകൾ ലംഘിച്ചതിനെ തുടർന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും HDFC ബാങ്കിന് 91 ലക്ഷം രൂപയുടെ പിഴ ചുമത്തുകയുണ്ടായി. ന്യൂലാൻഡ് ലബോറട്ടറീസ് ഹൈദരാബാദിലെ തുർക്കപ്പള്ളിയിൽ കമ്പനിയുടെ പാട്ടത്തിനടുത്ത സ്ഥലത്ത് ഒരു ഗവേഷണ വികസന കേന്ദ്രം സ്ഥാപിക്കുന്നതിനായി 189 കോടി രൂപ മൂലവർധന ചെലവ് ബോർഡ് അംഗീകാരം നൽകുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.